ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ, അയാളെന്റെ പഴയ കൂട്ടുകാരനാ. ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അയാളെ രക്ഷിക്കാനും ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനാ. എന്നാ ആ സത്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. ഞാനും ഋതികയും. നീങ്ങി വാ, വന്നേ. അവള് പോയ സ്ഥിതിക്ക് ഇനി ഓഫീസിലെ കാര്യങ്ങള് ദീപക് നോക്കിക്കോളും. എന്നാ ചേച്ചിയും കൂടെ മകന്റെ ഒപ്പം ഓഫീസിലേക്ക് ചെല്ല്. എല്ലാം കൂടെ ഒരുമിച്ചൊക്കെ വിഴുങ്ങാലോ. ശേഖര, ഞാനും ഇറങ്ങാ സൂര്യമംഗലത്തേക്ക്. വിജയം ഇപ്പൊ നിനക്കാ. പക്ഷേ നിന്നോടുള്ള കണക്ക് തീർക്കലൊന്നും ഞാൻ കാലത്തിനോ ദൈവത്തിനോ വിടില്ല. എല്ലാവരും എല്ലാം ബോധ്യപ്പെടുന്ന ഒരു ദിവസം വരും. അന്ന് ഞാൻ വരും, ഒരു ഭദ്രകാളിയായിട്ട്. ആ തീയാട്ട് പുരയിലിട്ട് നിന്നെ ഞാൻ കത്തിക്കും. ഓർത്തോടെ നീ. യാമിനി, നീ വാ. എന്താ മോളെ, എന്ത് പറ്റി? എന്ത് പറ്റി മോളെ? എന്താടാ, എന്താ നമ്മള് കരയുന്നേ? മോളെ, എന്താ മോളെ? രാധമ്മയോട് പറ മോളെ. ഇങ്ങനെ കരയല്ലേ. കാര്യം എന്താന്ന് വെച്ചാ പറ. ഇവൻ പിന്നെ മോളെ വഴക്ക് പറഞ്ഞു. എടാ, നീ വീണ്ടും മോളെ കരയിപ്പിച്ചോ? അമ്മേ, എന്താടാ ഇത്? രാജു ഞാനും തമ്മിൽ ഒന്നുമില്ല രാധമ്മ. പിന്നെ എന്തിനാ എന്റെ മോള് കരയണേന്ന് ഈ രാധമ്മയോട് പറയേ. അമ്മയില്ലാതെ വളർന്നവളാ ഞാൻ. ഇടയ്ക്ക് അമ്മ ജീവിച്ചിരിപ്പുട്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ എനിക്കൊരു സത്യം മനസ്സിലായി. എനിക്ക് രക്തബന്ധമുള്ള അച്ഛനും അമ്മയും ഇല്ല. എനിക്ക് രാധമ്മ വേണമെങ്കിലും മാത്രം മതി എന്റെ അച്ഛനും അമ്മയായിട്ട്. അല്ലെങ്കിലും ഒരമ്മയുടെ സ്നേഹം എനിക്ക് തന്നത് രാധമ്മയാ. രാധമ്മ എന്റെ അമ്മ, എന്റെ രാധമ്മ. രാധമ്മ ചെവി കേൾക്കാൻ വയ്യാത്തവൻ വെടിക്കെട്ട് കാണാൻ പോയതുപോലെ എന്റെ അവസ്ഥ. കാണുന്നുണ്ട്, പക്ഷെ പൊട്ടുന്നത് എന്താണെന്ന് അറിയുന്നില്ല. എന്തൊക്കെയായാലും ഈ വീടൊരു തീപ്പൊര പോലെയായി. എനിക്ക് അമ്പികയെ അറിയിക്കാൻ ഒരു ന്യൂസായി. ചങ്ങ് പൊട്ടി കരയാണല്ലേ കുട്ടി.
മോനെ എന്താടാ കാര്യം? തെളിച്ച് പറയടാ. മോളെ നിക്ക് മോളെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. എന്താടാ ഇത്? എന്താ പ്രശ്നം? മോനെ മോൾ എന്തിനാ ഇങ്ങനെ ചങ്ക് തകർന്ന് കരയുന്നേ? അമ്മേ, ഓർക്കാപ്പുറത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. ഞാൻ പറയാം. കണ്ടില്ലേ, ന്യൂസ് അറിയാമെന്ന് നിപ്പുണ്ട്. ഇവരുടെ പ്രായോർത്ത ഞാൻ ഇല്ലെങ്കിൽ അച്ഛൻ ഒറ്റൊരാളെ ഇതിനൊക്കെ കാരണം. അച്ഛനോ? അച്ഛൻ എന്ത് ചെയ്തു? അച്ഛനും മോനും തമ്മിൽ ഒരു കൂട്ടടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതും കാണാം. അച്ഛൻ വലിയൊരു ചതിയല്ലേ അച്ഛൻ്റെ അടുത്ത് ചെയ്ത്. അച്ഛനോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ച ആ ജഗന്നാഥനെ പറ്റി. അന്ന് ആ സത്യങ്ങൾ എന്റെ അടുത്ത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഋതികയോടൊപ്പം അച്ഛനെ ഫോളോ ചെയ്യില്ലായിരുന്നു. നീ എന്തൊക്കെയാടായി പറയണേ? എന്നെ ഫോളോ ചെയ്തൊന്നു? എനിക്കൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാവുന്നില്ലെന്നോ? എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. എടി, ഇവൻ എന്തൊക്കെയാ പറയണേ? ഇവിടെ എന്താ ഇപ്പൊ പ്രശ്നം? എല്ലാരും നിന്ന് പൊട്ടം കളിക്കുക. ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. എനിക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അച്ഛൻ ഇനി ഒന്നും ഒളിക്കാൻ നോക്കണ്ട. അച്ഛനിപ്പോ ആ ജഗന്നാഥനങ്ങളുടെ അടുത്ത് പോയോ? പോയി. ഞാൻ ചോദിക്കുമ്പോ അച്ഛൻ നുണകള് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാ അച്ഛൻ ഒളിച്ചു പോയപ്പോ അച്ഛന്റെ പുറകെ ഞാൻ വന്നത്. എടാ, അയാളെന്റെ പഴയ കൂട്ടുകാരനാ. ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അയാളെ രക്ഷിക്കാനും ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാനാ. എന്നാ ആ സത്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. ഞാനും ഋതികയും. അകലെ